ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സ്പോയിലർ ആയേക്കാവുന്ന ചില കാര്യങ്ങൾ വീഡിയോയിൽ പരാമർശിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാഗം നിങ്ങൾ മുഴുവൻ കാണണമെന്നില്ല. നിങ്ങൾക്ക് സ്പോയിലർ ഫ്രീ ആയിട്ടുള്ളത് കാണാനും കേൾക്കാനും ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 2-2.5 മണിക്കൂർ വധമായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന, ഒന്നിലും ഒരു പോസിറ്റീവ് പറയാനില്ലാത്ത ഒരു പെർഫോമൻസ് വൈസോ അങ്ങനെ ഒന്നിലും അത്രയും എക്സൈറ്റിംഗ് ആയി ഒന്നും ഫീൽ ചെയ്യിപ്പിക്കാത്ത, മ്യൂസിക് മാത്രം ബെറ്ററായി തോന്നിയ ഒരു സിനിമ അനുഭവമാണ് എനിക്ക് ഗാട്ടാ ഗുസ്തി 2. ഇനി അങ്ങോട്ട് ഈ വീഡിയോയിൽ സ്പോയിലർ ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, നിങ്ങൾക്ക് നിർത്താറായില്ലേ ഈ പ്രസവ പരിഹാര പദ്ധതി എന്നാണ് ഈ സിനിമ കഴിയുമ്പോൾ ചോദിക്കാൻ തോന്നുന്നത്. ഗാട്ടാ ഗുസ്തി 2 ഫസ്റ്റ് പാർട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് റിലീസായിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞൊരു നെഗറ്റീവ്, എനിക്ക് ഐശ്വര്യലക്ഷ്മിയുടെ ആ ഗുസ്തി ആ ഒരു സാധനമൊന്നും അത്ര കൺവിൻസിങ് ആയി തോന്നിയിട്ടില്ല എന്നുള്ളതായിരുന്നു. വേറെയും കാര്യങ്ങളുണ്ട്, എന്നാൽ പോലും മെയിനായിട്ട് ഇപ്പോഴതേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ ഈ സിനിമയും കൂടി കണ്ടു കഴിയുമ്പോൾ എനിക്ക് ശരിക്കും ഐശ്വര്യലക്ഷ്മിയോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ സീരീസിലുള്ള ഇനിയൊരു സിനിമ പോലും നിങ്ങൾ ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതൊരു നല്ല തീരുമാനമായിരിക്കും. കാരണം നിങ്ങളാണല്ലോ ഇതിലെ ലീഡ്. നിങ്ങൾ ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ ഇവരെന്തായാലും ഈ ടൈപ്പ് സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സീരീസ് ഇവിടെ വെച്ച് നിന്നാലോ. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്ന്, ഇപ്പം ഐശ്വര്യലക്ഷ്മി അവരുടെ ലൈഫ് പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ ജീവിതം ദുരന്തമാക്കുന്നത് പോലത്തെ ഇങ്ങനത്തെ മെസ്സേജുകൾ വീണ്ടും വീണ്ടും സ്പ്രെഡ് ചെയ്യുന്ന ഇമ്മാതിരി കച്ചറ പരിപാടികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കൂടി പോപ്പുലാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളുടെ ജീവിതം ഇവിടെ ദുരന്തമായിക്കൊണ്ടിരിക്കുകയാണ്. 2, ഐശ്വര്യലക്ഷ്മി ഇതുവരെ പെർഫോം ചെയ്തിട്ടുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും പത്തറ്റിക്കായി തോന്നിയിട്ടുള്ള സിനിമ അത് ഇതാണ്. എനിക്ക് തോന്നുന്നത് അത് ഐശ്വര്യലക്ഷ്മി ഒരു മോശം പെർഫോമറൊന്നുമല്ല, അവർ കൺവിൻസ്ഡ് അല്ലായിരുന്നു ഈ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ തുടക്കത്തിൽ ഇതെന്താണെന്നറിയോ, എനിക്കിപ്പോൾ 36 വയസ്സായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കിയിട്ടുള്ള കുറേ കുടുംബ സിനിമകളുണ്ട്. അച്ഛൻ, അമ്മ, കുട്ടി, ബേബി ശാലിനി, കുട്ടി പെട്ടി, മമ്മൂട്ടി എന്ന് പറയുന്ന പോലത്തെ കുറേ സിനിമകളൊക്കെ ഇറങ്ങിയിരുന്ന കാലത്ത് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാവും. അപ്പോൾ ഭാര്യ പിണങ്ങിയിരിക്കുമ്പോൾ ഭർത്താവ് പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു ഡാൻസ് കളിക്കുന്നു. അത് തമിഴിലേക്കും തെലുങ്കിലേക്കും പോകുമ്പോൾ മഴയുള്ളൊരു സമയമായിരിക്കും. അപ്പോൾ അവർ മറ്റേ ജിഞ്ച എന്നൊക്കെ പറയുന്ന പോലെ പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ കുട്ടിയുടെ കുറുമ്പും, ഭാര്യ വഴക്കിട്ട് നിൽക്കുന്നു, ആ വഴക്ക് മാറ്റാൻ വേണ്ടി ഭർത്താവ് കഷ്ടപ്പെടുന്നു, പാവം മനുഷ്യൻ. ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് മനസ്സിലാവുന്നു, അവർ ഒരുമിക്കുന്നു. അതേ ടെംപ്ലേറ്റിൽ വരുന്നൊരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഭർത്താവ് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു കൂട്ടുന്ന മുഴുവൻ വൃത്തികേടുകളാണ്. അതൊന്നും ഒരു ഭാര്യ സഹിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നിട്ടും ഇവളവൻ പാവം നന്മയുടെ വെള്ളനിലമാണ് എന്നൊക്കെ അവതരിപ്പിക്കുന്നതിനെ കണ്ണും പൂട്ടി വിഴുങ്ങേണ്ട ഒരു ക്യാരക്ടറായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കേണ്ടി വരുമ്പോൾ, കാര്യം ഫസ്റ്റ് പാർട്ടിൽ അവർക്ക് കുറേയൊക്കെ എവിടേക്കോ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ ഇത് നായകന് ഷോ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. അവിടെ നായികയ്ക്ക് ഈ പറയുന്ന പ്രശ്നത്തിന് കാരണക്കാരി, അല്ലെങ്കിൽ നായകൻ പാവം കഷ്ടപ്പെടുമ്പോഴും അതിനെ കാണാതിരിക്കുന്ന, അവനെ തെറ്റിദ്ധരിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ക്യാരക്ടർ ചെയ്താൽ മതി. അത് ഐശ്വര്യലക്ഷ്മിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അവർക്ക് ഡബ്ബിങ് പോലും പ്രോപ്പറായിട്ട് വരുന്നില്ല. ഐശ്വര്യലക്ഷ്മി ഒരു ഡയലോഗ് പറയുമ്പോൾ ആ പോർഷൻസ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് കന്നഡയിലോ തെലുങ്കിലോ അവർ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ തമിഴിൽ ആരോ കഷ്ടപ്പെട്ട് ഡബ് ചെയ്യുന്നതാണ്. ലിപ്പ് ഒരു വഴിക്ക് പോകുന്നു, ഡയലോഗ് ഒരു വഴിക്ക് പോകുന്നു. അത് അവർക്ക് മാത്രമല്ല, വേറൊരു നായിക കൂടിയുണ്ട്. നായികയ്ക്ക് അസൂയ ഉണ്ടാവാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ മറ്റൊരു ടെംപ്ലേറ്റ് ക്യാരക്ടർ. അവിടെയൊക്കെയും ഈ പറയുന്ന ഡബ്ബിങ് സിങ്ക് ആവുന്നില്ല. പല സീനുകളിലും ഐശ്വര്യലക്ഷ്മി ഡയലോഗ് പറയുമ്പോൾ വിശാലിൻ്റെ റെസ്പോൺസാണ് കാണിക്കുന്നത്, ഐശ്വര്യലക്ഷ്മിയെ കാണിക്കുന്നില്ല. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർ കൺവിൻസ്ഡ് അല്ലായിരുന്നു, അവർക്ക് താല്പര്യമില്ലായിരുന്നു, നിർബന്ധിക്കപ്പെട്ട് അഭിനയിക്കേണ്ടി വന്ന പോലെയാണ് തോന്നിയത്. അതേപോലെ ഈ സീരീസ് ഇതിന് കുറേ കൺഫ്യൂഷൻസും കുറേ പ്രശ്നങ്ങളും ഉണ്ടാക്കാം എന്നുള്ളതിനപ്പുറത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. ഗാട്ടാ ഗുസ്തി 1 കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വീര എന്ന് പറയുന്ന നായകൻ, കീർത്തി എന്ന് പറയുന്ന നായിക, ഈ നായികയ്ക്ക് ഗുസ്തിയോട് ഭയങ്കര പാഷനാണ്. അവൾ വീട്ടുകാരുടെ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഗുസ്തിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു നല്ല നിലയിലേക്ക് വളരുന്ന സമയത്താണ് അച്ഛൻ അടിച്ചു പോകാറായിട്ട് ആശുപത്രി കിടക്കുന്ന സമയത്ത് നീ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ, ഏതായാലും എനിക്ക് സഭാതരായിട്ട് ഭരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇപ്പോഴും ഉണ്ട്, ഈ സെക്കൻഡ് പാർട്ടിലുണ്ട്. അയാൾ അന്ന് തീർന്നിരുന്നെങ്കിൽ അങ്ങേര് പ്രതിജ്ഞ എടുപ്പിച്ചത് കൊണ്ട് മാത്രം ഈ പെൺകുട്ടി ഇവനെ കല്യാണം കഴിക്കേണ്ടി വരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഗ്രാമത്തിലുള്ള എല്ലാ കട്ടപ്പഞ്ചായത്ത് അടിപിടിക്കും പോകുന്ന ഒരുത്തൻ. അവനാണെങ്കിൽ ഭാര്യയ്ക്ക് മുടി വേണം, ഭയങ്കര ശാലീനി ആയിരിക്കണം, അങ്ങനത്തെ കുറേ കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവള് ഗുസ്തിക്കാരിയാണെന്നുള്ളത് അറിയില്ല. പക്ഷേ അവൻ്റെ ജീവൻ പാഴായി പോകുന്നു പറയുന്ന ഒരു സിറ്റുവേഷനിൽ അവൾ ഇടിക്കുന്നു, അങ്ങനെ അവർ അറിയുന്നു, പിന്നെ അവർ തമ്മിൽ പിണങ്ങുന്നു, വീണ്ടും പാച്ചപ്പ് ആവുന്നു. ഇത് വീണ്ടും കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ച പടമാണത്. ഈ പടത്തിൽ ഒരു കുട്ടീനെ അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്കൊരു കുട്ടിയും കൂടി ഉണ്ടാവുന്നു. പിന്നെ ഈ അപ്പ മോള് പാസം, അമ്മ മോള് പാസം, ഇതിൻ്റെ കൂടെ നല്ല വൃത്തികേടുകളും കൂടി ആഡ് ചെയ്ത് വെച്ചുണ്ടാക്കിയ ഒരു സിനിമ. ഹൈലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, അൺസഹിക്കബിളി ക്ലീഷേഡ് ആയിട്ടുള്ള, ഹെവിലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള, അൺക്ഷമിക്കബിളി
ഇഡിയോട്ടിക് ആയിട്ടുള്ളൊരു സിനിമയാണത്. ഒരു കൊച്ചും കുറേ വൃത്തികേടുകളും പിന്നെ കുറേ മാങ്ങാത്തൊലി ഉപദേശങ്ങളും. നമുക്കിതിലെ നായക കഥാപാത്രത്തിന് ഒന്ന് നോക്കാം. വീര. ഇവൻ ഭാര്യ വലിയ നാഷണൽ പ്ലെയറായിട്ട് മാറണം, അവർക്ക് മെഡൽ കിട്ടുന്നവരെ ഞാൻ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, കൊച്ചിന് ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഹൗസ് ഹസ്ബൻഡായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അവൻ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അയൽപ്പക്കത്തുള്ള ചേച്ചിമാരുടെ ഇടുപ്പിൽ പിച്ചുന്ന ക്യൂട്ട്നെസ് വരെ കാണിക്കുന്ന എല്ലാവർക്കും സർവ്വസമ്മതനായിട്ടുള്ള ഒരാൾ. സ്വന്തം കൊച്ചു നോക്കി നിൽക്കുക, അവൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ടീച്ചറിൻ്റെ ശരീരഭാഗം നോക്കി വെള്ളം ഉറക്കുന്ന ഒരു വൃത്തികെട്ടവൻ. ഡാൻസ് കളിക്കുമ്പോൾ ആ ടീച്ചർ എടുത്ത് അവൻ ഒക്കത്ത് വെക്കും. ക്യൂട്ട്നെസ് ആണ്. സ്വന്തം ഭാര്യയ്ക്ക് കണ്ടവനൊക്കെ കലക്കി കൊടുക്കാൻ പറയുന്നതൊക്കെ കലക്കി കൊടുക്കുന്ന ഒരു നിർഗുണൻ. ചെയ്യേണ്ടതൊന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്ത ഒരു കിഴങ്ങൻ കാമരാജ്. പക്ഷേ പുള്ളി പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശം എഴുകലൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഹൗസ് വൈഫ്സിനൊക്കെ. അവരാരെങ്കിലും അംഗീകാരം കൊടുക്കുന്നുണ്ടോ? ഒരാൾ ഹൗസ് ഹസ്ബൻഡായിട്ടിരിക്കാൻ നോക്കുമ്പോൾ യവന്മാരൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സമൂഹത്തിനൊക്കെ കുറ്റം പറയും. ഈ കീർത്തിയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ നാഷണൽ ഗെയിംസ് ഒക്കെ കളിക്കണമെന്ന് പറയുന്ന വലിയ സ്വപ്നമൊക്കെയാണ്. പക്ഷേ ഈ പുള്ളിക്കാരി അറിയാതെ ഗർഭിണിയാവും. ഫസ്റ്റ് പാർട്ടിൽ സംഭവിച്ച പോലെ തന്നെ ഈ ഇവർ വെറുതെ ഗർഭിണിയാവാൻ വേണ്ടിയിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഈ സിനിമയിലാണെങ്കിൽ അവർക്ക് പാട്രിയാർക്കിയോട് പുച്ഛം കയറി ഭയങ്കര പുരോഗമന ആശയമൊക്കെ എൻ്റെ കൊച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ബലം പിടിക്കുകയാണ്. ഇവർ ആക്ച്വലി ഫസ്റ്റ് പാർട്ടിൽ ഇതൊന്നും ആയിരുന്നില്ല, കുറച്ചും കൂടി ഡീസൻ്റ് ആയിരുന്നു. ബഹളം വെക്കുക, ചൂടാവുക, എന്നിട്ട് അവരുടെ കൊച്ചിനെ തല്ലുന്നൊരു സീനുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായ രംഗം അതാണ്. അച്ഛൻ നിൽക്കെ ടീച്ചേഴ്സും മറ്റ് സ്റ്റുഡൻസും ഒക്കെ നോക്കി നിൽക്കെ കുട്ടിയെ സ്കൂളിൽ വെച്ച് അമ്മ തല്ലും. പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ അച്ഛൻ്റെ കൈ അറിയാതെ അമ്മയുടെ കവിളിൽ തട്ടും. പക്ഷേ തട്ടൽ എന്ന് പറഞ്ഞാൽ നല്ല കിണ്ണൻ അടിയാണ് അടിക്കുന്നത്. ആ അടി ഭാര്യയ്ക്ക് ഇട്ടിക്കഴിയുമ്പോൾ എല്ലാവരും സ്തബ്ധരും. അയ്യോ, ഭർത്താവ് ഭാര്യയെ തല്ലിയോ എന്ന് പറയുന്ന പോലെ അതിന് സെൻറ്റി മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഐശ്വര്യലക്ഷ്മി നടന്നു പോവുകയാണ്. അതായത് അത്രയും പേരുടെ മുന്നിൽ വെച്ച് ആ കൊച്ചു കുഞ്ഞിനെ അവൾ തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും അവിടെ സെൻറ്റിയില്ല. അവരുടെ ഇമോഷൻ അത് പ്രകടിപ്പിക്കുകയാണ്. ഈ കൊച്ചൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അതിനെന്താ തല്ലുകൊണ്ടാ വേദനിക്കൂലേ? അതിന് ആത്മാഭിമാനമില്ലേ? അതിവിടെ ഒരു വിഷയമേ അല്ല. പക്ഷെ അത് കാണിക്കുന്നുണ്ട് ഒരു സഹതാപം പോലെ, അമ്മയ്ക്ക് തോന്നുന്ന കുഞ്ഞിനോടുള്ള സഹതാപം പോലെ പിന്നീട് അവതരിപ്പിക്കുമ്പോഴും ആ കൊച്ചിൻ്റെ ആത്മാഭിമാനത്തിനിവിടെ വിലയില്ല. പിന്നെ മകള് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുക, ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുപ്പിക്കുക, ചുമ്മാ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമൊക്കെ വലിയ പ്രോബ്ലം ആക്കി കുളമാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഉപദേശികളുണ്ട്. ഫുള്ള് തലതിരിഞ്ഞ ആൾക്കാരാണ്. ഒന്നെങ്കിൽ പുരോഗമനം പുഴുങ്ങി തിന്നവർ, അല്ലെങ്കിൽ കാലഹരണപ്പെട്ടിട്ടും കാലം കൊണ്ടുപോകാത്ത ചിന്തകളുള്ളവർ. എന്തായാലും ഈ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടേ ഇവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുരോഗമനപരമായി ഇതൊക്കെ അവതരിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് നമ്മുടെ കലാചാരം പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, അവരെയും നമുക്ക് സന്തോഷിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനെ രണ്ട് കൂട്ടരെയും ആശ്വസിപ്പിച്ച് അവസാനം അവിഞ്ഞ് കുഴഞ്ഞ് അവലോസുണ്ടയായി പോകുന്ന കുറേ ഉപദേശകരാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു വില്ലനുണ്ട്. സത്യം പറയാമല്ലോ, ആ വില്ലൻ ആദ്യം തോന്നിയൊരു ദേഷ്യവും സങ്കടവും അതൊക്കെ വളരെ വാലിഡായിരുന്നു. ഈ സിനിമയിൽ ശരിക്കും വാലിഡായിട്ടുള്ള ഒരു ഇമോഷൻ കാണുന്ന അവിടെയാണ്. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ഈ സിനിമയിൽ നായകനും നായികയും തമ്മിലുള്ള വഴക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ വില്ലനായിരുന്നു ആദ്യമേ ഡൈവേഴ്സ് നേടി സ്വതന്ത്രനാവേണ്ടത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ ഡിവോഴ്സ് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവൻ കാണിച്ചു കൂട്ടണം മുഴുവൻ കൊടൂര പരിപാടികളാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് കൂട്ടി കുഴച്ച് ക്യൂട്ട്നെസ്സും പാസവും പുരോഗമനവും അധോഗമനവും എല്ലാം കൂടിയായിട്ട് ഒരു 2.5 മണിക്കൂർ വധമാണ്. ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്പർ 1, ചെറുപ്പക്കാരിയായ ഭാര്യ, അപ്പുറത്ത് ആരോഗ്യമുള്ളൊരു പുരുഷൻ. അങ്ങനെയാണെങ്കിൽ ഏത് ഭർത്താവിനും സംശയമുണ്ടാകും. ആ സംശയത്തിനെ ഉദ്ദീപിപ്പിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. നമ്പർ 2, മലയാളി ആയിക്കഴിഞ്ഞാൽ ഇവിടെ മുട്ടി വരില്ല കേട്ടോ, അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നിൽക്കും. അത്രത്തോളം മുടിയൊക്കെ വളർത്തിയിട്ട് നല്ല വെളുത്തിട്ട് ഈ തമിഴ് സിനിമയിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മലയാളി പൊണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കിടന്ന് മെഴുകില്ലേ, ആ കൺസെപ്റ്റിനെ അതുപോലെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കഥാപാത്രം ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡിയർ തമിഴൻസ്, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അത് ബംഗാളിടാ, അത് മലയാളി അല്ല. പക്ഷേ അവർ മലയാളം പറയുന്നുണ്ട്. അവർ മാത്രമല്ല, നമ്മുടെ ഐശ്വര്യലക്ഷ്മിയും മലയാളം പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ശ്രീജ രവിയും മകള് രവീണയൊക്കെയാണ് മലയാളം പറയുന്നതെന്നാണ് ഡബ്ബിങ് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത്. ഈ പടത്തിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി വട്ടം കൂടി ഇരുന്ന് ചിരിച്ചിട്ടുണ്ടാവും. പോയിന്റ് നമ്പർ 3, ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത് അവളങ്ങ് തളർന്ന് പൊക്കോളും. അതായത് ശാരീരികമായി ഒരു സ്ത്രീയെ തളർത്താൻ ഒരു പുരുഷൻ എടുക്കാൻ പറ്റുന്ന അടവ് ഒരു ഉമ്മ കൊടുക്കുക, അവിടെ ഇവിടെയും കയറി പിടിക്കുക, അപ്പോൾ അവളങ്ങ് തളർന്ന് ലോലയായിപ്പോവും. ലൈംഗികമായി ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തുക എന്നൊക്കെ പറയുന്ന ആ സാധനത്തിൻ്റെ വേറൊരു വേർഷൻ. 4, കോടതികൾ എന്ന് പറയുന്നത് കോമഡികളാണ്. ജഡ്ജിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക തോൽവികളാണ്. ശരിക്കും പറഞ്ഞാൽ കോടതിയും ജഡ്ജും വക്കീലന്മാരും ഒക്കെ ചേർന്ന് ഈ സിനിമയ്ക്കെതിരെ നടപടിയെടുക്കണം. നമ്പർ 5, താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം ഏറ്റവും അവസാനം അറിയുന്നത് ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ആയിരിക്കും. അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് വെക്കാനുള്ളത്, ഗർഭിണിയായ ഒരു സ്ത്രീയെ 6 പ്രാവശ്യം തുണി അലക്കണ പോലെ വാരിയിട്ട് അലക്കി നിലത്തടിച്ചാലും അവൾക്കൊന്നും പറ്റൂല. നമ്പർ 6, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കരിയറിലൊക്കെ വളർന്ന് വലുതാവാൻ അവൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള അവിഹിതങ്ങളൊക്കെ ഓക്കെയാണ്. നോക്കി വെള്ളം ഇറക്കാം, ഒരു ഉമ്മ
എടുത്തു പിടിച്ചിട്ടുള്ളൊരു ഡാൻസ്, ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് ക്ഷമിക്കാം. ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല, ഇനിയൊരു ലോഡുണ്ട്. OTT വരട്ടെ, നമുക്കപ്പോൾ ഈ സിനിമയെ അധികരിച്ചുകൊണ്ട് ഒരു സന്മാർഗ പാഠാവലി പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കാനുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഗർഭിണിയാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്. ഈ സീരീസ് തന്നെ നമ്മളോട് പറയുന്നത് അതാണ്. നിങ്ങൾ ഭാര്യയെ ഗർഭിണിയാക്കൂ, അപ്പോൾ ഭാര്യയെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും, പിന്നെ അവളങ്ങോട്ട് പാവായിക്കോളും എന്ന് പറയുന്ന പോലത്തെ മനോഹരമായിട്ടുള്ളൊരു സന്ദേശം പകരുന്ന ഈ സിനിമയിൽ എന്തെങ്കിലും ആശ്വാസകരമായിട്ടുണ്ടെങ്കിൽ അത് ഷോൺ റോൾഡൻ്റെ മ്യൂസിക്കാണ്. അതിങ്ങനെ നല്ല ജിൽ 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 എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, അങ്ങനെ ഇരുന്ന് കാണാം. പക്ഷേ ഞാനിതൊക്കെ പറയുമെങ്കിലും ഈ സിനിമ തമിഴ് ഓഡിയൻസിന് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇന്ന് തിയേറ്ററിൽ കുറച്ച് തമിഴ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഓഡിയൻസ് ഉണ്ടായിരുന്നു. അവർ പല സീനുകളിലും ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കാനല്ല തോന്നുന്നത്, സഹതപിക്കാനാണ് തോന്നുന്നത്. ബാക്കി സാധാപം തിയേറ്ററിൽ നിന്നൊക്കെ പോയിട്ട് ഈ പടം OTTയിൽ വരുമല്ലോ, അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഈ പറഞ്ഞൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗംഭീര സിനിമയായിട്ട് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് സിനിമ കാണണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കിതൊരു വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.